ഞാൻ ഷെഫ് സജിത്. ഇത് സഹല്, ഇവൻ എൻ്റെ കൂടെ ട്രെയിനിങ് ചെയ്യുന്ന ഒരു പയ്യനാണ്. അപ്പൊ ഇവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഷെഫെ നോമ്പ് തുറയല്ലേ, അപ്പൊ ഞാൻ എൻ്റെതായ രീതിയിൽ എന്തെങ്കിലും സ്നാക്സ് ചെയ്തോട്ടെ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്തോ, ധൈര്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അവൻ ഉണ്ടാക്കിയൊരു സ്നാക്സ് ആണിത്, ഈന്തപ്പഴം വെച്ചിട്ട്. ഇപ്പം കാരക്ക നിറച്ചാണ് ഇതിന്റെ പേര്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളൊക്കെയുള്ള ചെറിയ സ്നാക്സ് ആണ്. അപ്പം ഇതെങ്ങനെ നോക്കേ, ഇതാണ് സംഭവം. ഈന്തപ്പഴത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ കോക്കനൊക്കെ സ്റ്റഫ് ചെയ്തിട്ട സംഭവമാണ് നമ്മുടെ പഴംപൊരി ബാറ്ററിൽ. സംഭവം എന്തായാലും സൂപ്പറായിട്ടുണ്ടേ. അപ്പം ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ ഇപ്പം തന്നെ ഷെയർ ചെയ്യാം, ഒന്ന് കണ്ടോളൂ. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഒരുപാട് ട്രെയിനീസ് പിള്ളേരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു അവസരം കൊടുക്കുക, അവരുടേതായ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ റെസിപ്പികൾ ചെയ്യാനും എല്ലാം ഒരു അവസരം കൊടുക്കുക. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇവയിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഇവ സോട്ടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട് കൂടാതെ കുറച്ച് ഷുഗറും കാർഡം പൗഡറും ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദാമാവും അതുപോലെ കുറച്ച് അപ്പത്തിന്റെ മാവും കൂടെ ഒഴിക്കുക. അപ്പത്തിന്റെ മാവ് ഒഴിക്കുന്നത് കുറച്ച് പുളിക്കൂടെ വേണ്ടിയിട്ടാണ്. അത് കൂടാതെ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് ഷുഗറും കുറച്ച് കാർഡം പൗഡറും ഇട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊരു ബാറ്റർ കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ പഴംപൊരി ബാറ്ററൊക്കെ ഇല്ല, ഏകദേശം ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. അതിനുശേഷം നമ്മൾ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ട് രണ്ടായി പിളർന്നതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഇതിലേക്ക് സ്റ്റഫ് ചെയ്തിട്ട് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഓയിൽ ഫ്രൈ ചെയ്യുക. സംഭവം നല്ല അടിപൊളി വെറൈറ്റി സ്നാക്സ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം പറയുക.